അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണെങ്കിലോ ഹത്താ ഇദാ ജാഅത്തുഹും റുസുലുനാ യതവഫൗനഹും ഖാലൂ ഐനമാ കുൻതും തദ്ഊന മിൻ ദൂനില്ലാഹ് ഖാലൂ ളല്ലൂ അന്നാ വശഹിദൂ അലാ അൻഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ. ഹത്താ ഇദാ ജാഅത്തുഹും റുസുലുനാ യതവഫൗനഹും ദുർനടപ്പുകാരായ തോന്യവാസികളായ അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ശിർക്ക് ചെയ്യുന്ന കുഫ്ർ ചെയ്യുന്ന ളുൽമ് ചെയ്യുന്ന ആളുകളെ മരിപ്പിക്കാൻ മരണദൂതന്മാർ ചെല്ലുന്ന സന്ദർഭത്തിൽ ഖാലൂ അവരാ മനുഷ്യനോട് ചോദിക്കുന്നു ഐനമാ കുൻതും തദ്ഊന മിൻ ദൂനില്ലാഹ് അല്ലാഹുവിന് പുറമേ നീ വിളിച്ചു പ്രാർത്ഥിച്ചവരെല്ലാം എവിടെ പോയടോ? നേർക്ക് നേരെ നടക്കുന്ന ചർച്ചയത്. പക്ഷെ നമുക്ക് കാണാൻ പറ്റൂല. കാരണം മലക്കുകളെ കാണാനുള്ള ദൃഷ്ടി നമുക്കല്ല തന്നിട്ടില്ല. അത് പ്രവാചകന്മാർക്ക് മാത്രമേ കഴിയൂ. പിന്നെ കഴിയും ആർക്ക്? ആ മരിക്കാൻ കിടക്കുന്ന വ്യക്തി ഇങ്ങനെ മരിക്കാൻ സമയത്ത് മലക്കുകളെ കാണും. എന്നാൽ ഞാനിങ്ങനെ സാധനത്തിനെ കാണുന്നുണ്ട്, ഇന്നതാണ് അതിന്റെ കോലം എന്ന് പറയാനുള്ള തൗഫീഖ് അല്ലാഹു കൊടുക്കൂല. അതാണ് അള്ളാഹുവിന്റെ മറ്റൊരത്ഭുതം. ആ മലക്കുകൾ വന്നിട്ട് ചോദിക്കും, മോനെ നിന്റെ ചീട്ട് കീറാൻ പോണേ, നീ ബദരീങ്ങളെ വിളിച്ചിട്ടുണ്ട്, റമദാൻ മാസത്തിൽ 17-ാം രാവിന് ബദർ മൗലൂദ് കഴിച്ചില്ലേ? യാ മൻ ബിഹി ഹല്ലർറദാ വമൻ ബിഹമ്മിൻ നക്കിദാ ഖുൽ നാദിയം മുസ്തൻജിദാ യാ അഹ്ല ബദ്റശ്ശുഹദാ. ആധിയുണ്ടോ നിനക്ക്? വ്യാധിയുണ്ടോ നിനക്ക്? ദുഃഖമുണ്ടോ? വിഷമമുണ്ടോ? പ്രയാസമുണ്ടോ? ഖുൽ നാദിയം മുസ്തൻജിദാ യാ അഹ്ല ബദ്റശ്ശുഹദാ. സഹായം തേടിക്കൊണ്ട് നീ വിളിച്ചു പ്രാർത്ഥിച്ചോളൂ. യാ അഹ്ല ബദ്റശ്ശുഹദാ, ബദർ ശുഹദാക്കളെ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ എന്ന് നീ വിളിച്ചോളൂ എന്നല്ലേ ബദർ മൗലൂദുകാരൻ ഇരവ് പറയുന്നത്. മമ്പുറത്തെ തങ്ങളെ വിളിച്ചിട്ടുണ്ട്, വഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ വിളിച്ചിട്ടുണ്ട്, അഹ്മദുൽ കബീർ റിഫായി റഹ്മത്തുള്ളാഹി അലൈഹിയെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഔലിയാക്കന്മാരെ വിളിച്ചിട്ടുണ്ട്, പിരാന്തന്മാരെയും വിളിച്ചിട്ടുണ്ട്, അമ്പിയാക്കന്മാരെയും വിളിച്ചിട്ടുണ്ട്. മലക്ക് ഒന്ന് ചോദിക്കും, ഡാ ഇബ്രാഹിം കുട്ടി, നിന്റെ ചീട്ട് കീറാൻ പോണേ, നീ അല്ലാഹുവല്ലാത്ത കുറെ ആളുകളെ വിളിച്ച് നീ പിന്നെ പ്രാർത്ഥിച്ചിരുന്നല്ലോ, പേരെന്ത് പറഞ്ഞാലും ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ സഹായം തേടലാണ് എന്നാണ്. അങ്ങനെ മൗലവിമാര് പറയാ, കള്ള് ഇരിക്കണ കുപ്പിയുടെ പുറത്ത് മോര് എന്ന് എഴുതിയാൽ അത് കുടിക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. കള്ള് അതായത് മോര് പോലെയുള്ള ഇരിക്കുക, അമ്മ മോര് എന്ന് എഴുതിയാൽ കുടിക്കാൻ പറ്റൂല. കള്ള് കള്ള് തന്നെ, ഹറാമ് ഹറാമ് തന്നെ. പേരെന്ത് ഓമന പേര് കൊടുത്താലും ചെയ്യുന്നത് ശിർക്ക് തന്നെ, കുഫ്ർ തന്നെ, യാതൊരു സംശയമില്ല. അപ്പം മലക്കുകൾ ചോദിക്കും, അപ്പൊ ഈ മനുഷ്യൻ എന്താ മറുപടി പറയാ? ഞങ്ങൾ സഹായം തേടിയിട്ടല്ലേ ഉള്ളൂ. അങ്ങനെ സഹായം തേടാനല്ല പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതൊന്നും പറയില്ല. ഖാലൂ, ആ മനുഷ്യൻ മറുപടി പറയുന്നു, ലല്ലൂ അന്നാ, അവരെല്ലാവരും ഞങ്ങളെ വിട്ടുപോയി. മലക്കുൽ മൗത്ത് അലൈഹിസ്സലാമിനോട് പറയുന്ന മറുപടി, അല്ലാഹുവല്ലാത്ത ഒരുപാട് ആളുകളെ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നതൊക്കെ ശരി തന്നെ, അവരെല്ലാം ഞങ്ങളെ വിട്ടുപോയി. അപ്പൊ പടച്ച തമ്പുരാൻ പറയുന്നു, വശഹിദൂ അലാ അൻഫുസിഹിം, സ്വന്തത്തിനെതിരെ അവരതാ സാക്ഷി നിൽക്കുന്നു. എന്താ സാക്ഷ്യം പറയുന്നത്? അന്നഹും കാനൂ കാഫിരീൻ, ഞങ്ങൾ കാഫിറുകളായിരുന്നു എന്ന്, ഞങ്ങൾ കാഫിറുകളായിരുന്നു എന്ന് മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ സമ്മതിച്ചതിന് ശേഷമേ റൂഹിനെ അങ്ങോട്ട് പിടിക്കുകയുള്ളൂ. ഞാൻ പറയല്ല, സൂറത്തുൽ അഅറാഫിലെ 37-ാമത്തെ ആയത്തെടുത്ത് നോക്കിയത് പച്ചയായിട്ട് കാണാം. ഏത് ഖുർആൻ പരിഭാഷ എടുത്ത് നോക്കിക്കോ. സുന്നി പണ്ഡിതന്മാരെഴുതിയാലും ശരിയാണ്, മുജാഹിദ് പണ്ഡിതന്മാരെഴുതിയാലും ശരിയാണ്, ആരെഴുതിയാലും ശരിയാണ്. സൂറത്തുൽ അഅറാഫിലെ 37-ാമത്തെ ആയത്തിൽ നേർക്ക് നേരെയാണല്ലോ പറയുന്നത്. മലക്കുൽ മൗത്ത് ഒന്ന് ചോദിക്കണ്ടാ, വിളിക്കുക, നീ ഒന്ന് വിളിക്കുക, അവര് പോയി, പഴച്ചുപോയി, ഞങ്ങൾ കാഫിറായിരുന്നു എന്ന് മലക്കുൽ മൗത്തിന്റെ മുമ്പിൽ അങ്ങോട്ട് സമ്മതിക്കും.